ഓ വായാടി. ഹലോ വായാടി. പ്രീതുവിന്റെ മർഡറിൽ ആരവ് സാറിന് പങ്കുണ്ടോ? ഇതെങ്ങനെ സംഭവിക്കും? ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. സാറിന് പോലീസിലുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? കമ്മീഷണർ സാറിനെ എനിക്കറിയാം. അദ്ദേഹം എന്റെ സുഹൃത്താണ്. ഇതിൽ കുറെ പേജുകൾ മിസ്സിംഗ് ആണല്ലോ. പിന്നെ ഒരു അമ്മയുടെയും മോളുടെയും സ്കെച്ചോട് കൂടി എഴുതിയിരിക്കുക. പ്ലീസ് കോൺടാക്ട് മീ. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ആരാ ഇത് ചെയ്തേ? ആരവ് നായർ. ആരവ് സാറിന്റെ പേര് പ്രീതുവിന്റെ മർഡർ കേസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ എങ്ങനെ വരും? എങ്ങനെ? ആരവ് സാറാണോ എന്റെ പ്രീതുവിനെ കൊന്നത്? ആരവ് സാർ! ആരവ് സാർ! എന്താ? ആരവ് സാർ എവിടെ? പൂജ സാർ മീറ്റിംഗിലാണ്. നിനക്കെന്താ ഇത്ര ടെൻഷൻ? നിലവിളിക്കുന്ന എന്തിനാ? ഇതെന്താണ്? എന്താ ഇത് മിസ്റ്റർ ആരവ് നായർ? ഈ ഫയൽ എന്തിനാ നിങ്ങൾ മറച്ചു വെച്ചത്? എന്തിനാ എന്റെ കുഞ്ഞിനെ കൊന്നതെന്ന് പറയൂ. എന്തിനാ എന്റെ പ്രീതുവിനെ കൊന്നതെന്ന്? ആ പിഞ്ചു കുഞ്ഞ് അതിന് നിങ്ങൾ എന്താ ചെയ്തത്? പറയൂ, എന്തിനാ നിങ്ങൾ എന്റെ പ്രീതുവിനെ കൊന്നതെന്ന്? ഈ സ്നേഹവും സൗഹൃദവും എല്ലാം നിങ്ങളുടെ വെറും നാടകമായിരുന്നു. കൊലയാളിയാണ് നിങ്ങള്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയാൻ. സുജീവ്, ഞാൻ കരുതി ഒന്നുമില്ലെങ്കിലും താൻ എന്നെ മനസ്സിലാക്കുമെന്ന്, എന്നെ വിശ്വസിക്കുമെന്ന്. ഈ കേസിൽ ഞാൻ വെറും സസ്പെക്റ്റ് ആയിരുന്നു. ആരെ വേണമെങ്കിലും സംശയിക്കാം നമുക്ക്. എന്നാ നീ എന്നെ കുറ്റവാളിയെന്നങ്ങ് ഉറപ്പിച്ചു. സുജീവ്, ഒരു തവണ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, എന്നെ അടിക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. സുജീവ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിനക്കറിയില്ലേ എന്നെ? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ? സുജി, സ്നേഹിക്കുമ്പോ മനുഷ്യർ പരസ്പരം ആത്മാവിനെ തൊട്ടറിയും, പരസ്പരം ഉള്ളിലേക്ക് നോക്കും. അത് മറ്റുള്ളവർ കാണില്ല.
സോറി. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന്. എനിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്. ഐ എം റിയലി സോറി. പ്രീതു, സുജി, എന്ത് പറ്റി തനിക്ക്? എന്തിനാ ആരവ് സാറിനെ അന്വേഷിക്കുന്നത്? സാർ കോൺഫറൻസ് റൂമിലാ. എന്ത് പറ്റി? അല്ല, ഈ ഫയൽ ഏതാ? സുജി, പറയാൻ. കൃഷ്ണ, കൃഷ്ണ, വൈഡി ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ഒന്നുകൂടെ വിളിച്ചു താ. എനിക്ക് വൈഡിയോട് സംസാരിക്കണം. പ്ലീസ് ഒന്ന് വിളിച്ചു താ കൃഷ്ണ, പ്ലീസ്. പ്രീതു, ഈ സമയം അവൾക്ക് നിന്നോടല്ല, മറ്റൊരാളോടാണ് സംസാരിക്കേണ്ടത്. എന്നോടല്ലാതെ അവൾ ആരോട് സംസാരിക്കാനാ കൃഷ്ണ? നിനക്കൊന്നും അറിയില്ല കൃഷ്ണ. ഫോൺ വിളിച്ച് താനേ. ഇന്ന് വൈഡി എന്നോട് പറഞ്ഞതാ അവള് ആ മസലനോട് എന്റെ കാര്യം എന്തായാലും പറയൂന്ന്. അപ്പൊ മസലൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂന്ന്. വിളിച്ച് താനേ പ്ലീസ് കൃഷ്ണ. നീ സുജിയുടെ ബോസ് ആരവിനെ പറ്റിയാണ് പറയുന്നത്? ആ, നിനക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നല്ലോ, കട്ടീസിട്ടതല്ലേ അയാളോട്? അയ്യോ കൃഷ്ണ, വൈഡി എനിക്ക് പറഞ്ഞു തന്നു ആ മസലൻ ബോസില്ലേ ചീത്തയാളല്ലെന്ന്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അവൻ നല്ലതാ. ഇനി ഞാനും വൈഡിയും പിന്നെ മസലനും ഫ്രണ്ട്സ് ആവുമല്ലോ. അപ്പോ ശരി, ഇനി എന്ത് സംഭവിച്ചാലും ആ മസലിനോട് കൂട്ടുകൂടണേ പ്രീതു. സുജി നിന്നെ തടഞ്ഞാലും അതൊന്നും കേൾക്കല്ലേ, ശരി? ഓക്കെ. പക്ഷെ കൃഷ്ണ, ആ മസലൻ എന്നെ കാണാനും കേൾക്കാനും പറ്റൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ അയാളോട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നേ? പക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ സുജിയുടെയും ആരവിന്റെയും കഥ മറ്റൊന്നായേനെ. പക്ഷെ നീ ഇവിടെ ഇങ്ങനെയുള്ളപ്പോൾ പിന്മാറരുത് കേട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത വർഷം ഇതുപോലെ എന്തു പറ്റി സുജി? എന്തു പറ്റി? ഇവക്കിത് എന്തു പറ്റി? എനിക്ക് എന്റെ മോളുടെ കേസിന്റെ ഡീറ്റെയിൽസ് വേണം ഇപ്പോ, ഈ നിമിഷം. ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കാണ് അറിയാത്തത് ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന്. ഒരമ്മയോട് അവളുടെ 7 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ മർഡർ നടന്നിരിക്കുകയാണ്. എനിക്കറിയാം ആരവാണ് അവളെ കൊന്നതെന്നും നിങ്ങൾ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും. രണ്ടുപേരും കൂട്ടുപങ്കാളികളാണല്ലേ? അങ്ങനെ ഞാൻ ആരവിനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആരവിന്റെ പേര് ഈ കേസിൽ വരാനേ അനുവദിക്കില്ലായിരുന്നു. ആരവ് ഈ കേസിലെ വെറും ഒരു സസ്പെക്ട് ആണ്. അവനെതിരായി ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ അവൻ ഈ കേസിൽ നിന്ന് ഒഴിവായത്. അങ്ങനെ കേസ് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ആരവിനെ സംശയിക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഞാൻ കരുതിയത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന. ഈ മർഡർ അല്ലെങ്കിൽ ആക്സിഡന്റിന് കുറച്ചു ദിവസം മുമ്പ് ആരവിനും സുദേവിനും ഇടയിൽ ഒരു ബിസിനസ് ഡീലിന്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടായി. ആരവിനും സുദേവിനും ഇടയിൽ ഒരു ബിസിനസ് ഡീലിന്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടായി. കാര്യം എന്തായാലും നീ ഈ ഡീൽ ആ കാര്യവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജോലി ചെയ്യണമെന്നേ ഇല്ല ആരവ്. ആൻഡ് ഐ മേക്ക് ഷുവർ നിന്റെ കമ്പനിക്ക് ഈ ഡീലിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ എനിക്ക് ഒരു പൈസയുടെ നഷ്ടം വന്നാലുണ്ടല്ലോ സുദേവ്, പിന്നെ നിന്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ നരകമാക്കി കളയും. ഭീഷണിപ്പെടുത്തുകയാണോ? ഇപ്പൊ ഇത് ഭീഷണിയായിട്ട് കരുതിയാ മതി. ഇനിയും നീ അടങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് തരുന്ന മുറിവ് ജീവിതകാലം മുഴുവൻ നീ ഓർമ്മിക്കും. ഒരിക്കലും നിനക്ക് അതിൽ നിന്ന് മുക്തി കിട്ടില്ല. ഡോണ്ട് മെസ് വിത്ത് മീ ആൻഡ് സ്റ്റേ അവേ ഫ്രം മൈ ഫാമിലി. മാറി നിന്നോ. ദേഷ്യത്തിൽ ആർക്കും ആരോടും എന്തും പറയാം, പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് ആരെയും ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ മുഖത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്നോട് കള്ളമാണ് പറയുന്നതെന്ന്. പക്ഷെ നോക്കൂ, ഇതാണ് സത്യം. എന്നാ ശരി, നോക്കിക്കോളൂ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്റെ മോളുടെ ഫയൽ, നിർണായക തെളിവ്, ഈ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും
എല്ലാം എല്ലാം ഞാൻ സ്വയം ശേഖരിച്ച് കോടതി സമക്ഷം കൊണ്ടുപോകും. ഹലോ, നീ ആ മസലിനോട് എന്റെ കാര്യം പറഞ്ഞായിരുന്നോ? നീയല്ലേ പറഞ്ഞത് നീ ആ മസലിനോട് ഒന്നും വിളിക്കില്ലെന്ന്? എന്റെ കാര്യം പറഞ്ഞോ? പറയ്. കാര്യം പറഞ്ഞല്ലോ അല്ലേ? വായടി വായടി. നീ കരയുവാണോ? അയ്യോ, എന്തു പറ്റി വായടി? നീ എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നെന്ന് പറ. ഓ, വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ലേ? അപ്പോ വയറുവേദനയാണോ? വയറുവേദനയില്ല? പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? നോക്കിയേ വാടി, നിന്റെ അടുത്ത് നിന്റെ അമ്മയുണ്ട്, എന്നിട്ട് നീ ഇങ്ങനെ കരയുവാണ്. എന്റെ കൂടെയാണെങ്കിൽ എന്റെ അമ്മയില്ല, എന്നിട്ട് ഞാൻ കരഞ്ഞോ? കരഞ്ഞില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെ കരയുന്ന വാടി? I am sorry, Preetu. Preetu, I am really sorry. വീണ്ടും കരയുവാണോ നീ? ഈ കരച്ചിലൊന്ന് നിർത്തുവായടി. നല്ല കുട്ടികൾ കരയത്തില്ല വായടി. കരയല്ലേ വായടി, പ്ലീസ് കരയല്ലേ. സുജി ചേച്ചി, ചേച്ചിയുടെ ബോസ് വന്നിട്ടുണ്ട്. കണ്ടിട്ട് ചേച്ചിക്ക് പ്രൊമോഷൻ കിട്ടുമെന്നാ തോന്നുന്നേ. പെട്ടെന്ന് താഴേക്ക് വാ. മസലൻ വന്നല്ലോ. ഇന്ന് മസലിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതെ ഞാൻ അവനെ വിടില്ല. മസലൻ എന്നെ എന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവല്ലോ. അയ്യോ ഐഡി, ഞാൻ നിന്നെ വിളിക്കാൻ മറന്നുപോയി. നീ വാ. അതെ, ഇത് കഴിക്ക്. നോ താങ്ക്സ്. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ അമ്മയും വന്നിരുന്നു ഞങ്ങളെ കാണാൻ. ഇന്ന് നിങ്ങളും വന്നു. അത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? ആ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ആക്ച്വലി ഓഫീസിലൊരു കാര്യത്തിനാ ഞാൻ സുജിയെ കാണാൻ വേണ്ടി വന്നേ. സർ, സാറിന്റെ ഫയൽ ഞാൻ നാളെ ഓഫീസിൽ കൊണ്ടുവരാം. സുജി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കുമോ? ഒരു 2 മിനിറ്റ്. ഹായ് മസല. വാടി, എന്റെ കാര്യം നീ മസലനോടൊന്നും പറയൂന്നേ. സർ, എനിക്കിപ്പോ നല്ല സുഖമില്ല, അതുകൊണ്ട് സാറിനോട് എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. സുജി, മോളെ സുജി, പോയിട്ട് വന്നേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ടേക്ക് കെയർ. ഞാൻ ഇറങ്ങുന്നു. ശരി, നമസ്കാരം. നമസ്കാരം. ഓക്കെ, നീ പോവില്ലെങ്കിൽ ഞാൻ തന്നെ പോയിക്കോളാം. വാ മിസ്റ്റി, വാ പോവാം. അതെ, നിൽക്ക. ആരോട് ചോദിച്ചിട്ടാ നീ ആരവിന്റെ വീട്ടിൽ പോയത്? കമ്മീഷണറോട് സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
അതെ, ഞാൻ നിന്നോട് പറയുകയല്ലേ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും തെളിയുമെന്നും. പിന്നെ എപ്പോഴും എന്നോട് ചോദിക്കാതെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നോക്ക്, നീ കേസിനെ വീക്കാക്കുകയാണ്. നിന്റെ ഇങ്ങനെയുള്ള വിഡ്ഢിത്തം കാരണം കൊലയാളി പിന്നെയും രക്ഷപ്പെട്ടു പോകും. ടോപ്പിക് ചേഞ്ച് ഒന്നും ചെയ്യണ്ട. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞാ മതി. ഇത്രയും ഇന്റൻസ് ആർഗ്യുമെന്റ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ശരിയാവും? അതൊരു ബിസിനസ് ഡീലിന്റെ പേരിലാവാൻ വഴിയില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിലുള്ള വഴക്കിന്റെ ഒറിജിനൽ റീസൺ അറിയണം എനിക്ക്. സത്യം അറിയണം എനിക്ക്. നിങ്ങൾ ആരവിന്റെ ഫാമിലിയുമായി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആരവ് പറയുന്നത് എന്തിന്? എന്ത് കണക്ഷനാണ് നിങ്ങൾക്ക് ആ ഫാമിലിയുമായി? സത്യം പറയൂ സുദേവ്, നിങ്ങൾ തമ്മിൽ വെറും ബിസിനസ് മാത്രമേ ഉള്ളൂ, അതോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ഈ അനാവശ്യ കാര്യങ്ങൾക്ക് എന്റെ സമയം പാഴാക്കരുത്. പക്ഷേ നീ എപ്പോഴും ഇങ്ങനെ ആരവിന്റെ കാര്യം പറയുന്നത് എന്തിനാ? ദിനേശും ആകാമല്ലോ, മറ്റാർക്കെങ്കിലും ചെയ്യാമല്ലോ ഇത്. നീ അവരെ പറ്റി ഒന്നും പറയാത്തതെന്താ? എപ്പോഴും ആരവിന് മാത്രം എന്താ ഓർമ്മ വരുന്നത്? കാരണം ഞാൻ ആരവിന്റെ പേര് പറയുമ്പോ തന്നെ നിങ്ങളുടെ മുഖം വിളറി വെളുക്കാറുണ്ട്. നിനക്ക് തലയ്ക്ക് സുഖമില്ലാതായിരിക്കുന്നു. എന്തൊക്കെയാ ചിന്തിക്കുന്നറിയാമോ നിനക്ക്? പ്രീതു പോയതിനു ശേഷം ഭ്രാന്തായതാണ് നിനക്ക്. നിനക്ക് എന്ത് തോന്നുന്നു, ജസ്റ്റ് ഡു ഇറ്റ്. ഈ കേസിന്റെ അടുത്തെത്തും തോറും വഴി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി മോളെ, നിന്റെ മരണത്തിന് പിന്നിൽ വേറെന്തോ വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. വായടി, നിങ്ങൾ രണ്ടും എന്താ ഇത്ര നേരമായിട്ട് ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂന്നേ. സുചി, എന്താ സംഭവിച്ചെന്ന് നീ എന്നോട് പറയും വരെ കാര്യം എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? നോക്ക്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ then I am really sorry. But unintentionally നടന്നതാവാം. I'm sorry, സുജി. ശരി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സുജി, സോറി. നന്നായിട്ടിരിക്ക്. നോ ചീറ്റിംഗ്. സോറി. വായടി, കണ്ടോ? ഈ മസില മുഴുവനായിട്ട് താഴോട്ട് പോണില്ല. സുജി, സോറി. എനിക്ക് വീട്ടിൽ പോണം. വേണ്ട വേണ്ട വായടി, വീട്ടിൽ പോണ്ട. ആദ്യം എന്നെ പറ്റി മസിലിനൊന്ന് പറഞ്ഞു കൊടുക്ക്. സുജി, പ്ലീസ്. ഇല്ല. വായടി. ശരി, ഫ്രണ്ട്സ് എങ്കിലും നോക്കിത്താ, അല്ലാതെ ഞാൻ വരില്ല. സുജി, വായടി. സുജി, പ്ലീസ്. നീ എന്നോട് കാര്യം പറയാത്തവരെ ഞാൻ എങ്ങനെ അറിയാനാ എന്താ നടന്നെന്ന്? സാറിന് അറിയാൻ ആഗ്രഹമുണ്ടോ? എന്താ പ്രോബ്ലം എന്ന് സാറിന് അറിയണോ? സാറിന് എല്ലാം അറിയാം. എന്നിട്ട് നിങ്ങള്... എനിക്കറിയാം എന്തിനാ നിനക്ക് എന്നോട് ദേഷ്യമെന്ന്. നന്ദിത എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിന്നോട് പറയാൻ മറന്നുപോയി. നന്ദിത മാം സാറിന്റെ വീട്ടിൽ വന്നിരുന്നോ? അമ്മ വന്നായിരുന്നോ? എന്താ പറഞ്ഞത്? എന്റെ അമ്മ വന്നിരുന്നോ? വായടി, അമ്മയെ കിട്ടി. നീ പറഞ്ഞത് ശരിയാ. ഈ മസ്ലൻ എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. നന്ദിത മാം സാറിനെ കാണാൻ വന്നിരുന്നോ? അപ്പൊ മാമിന്റെ നമ്പർ സാറ് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ എത്ര നാളായി മാമിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അറിയാലോ. എവിടെയാ താമസിക്കുന്നത്? സുജി, ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങാൻ മറന്നുപോയി. മറന്നുപോയോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? അതെന്താ എന്റെ അമ്മയുടെ നമ്പർ വാങ്ങാത്തെ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും ആരോ സാർ?
സാറിന് അറിയല്ലോ ഞാൻ എത്ര ഡെസ്പറേറ്റ് ആയിട്ടാണ് നന്ദിത മാമിനെ അന്വേഷിക്കുന്നതെന്ന്. പത്രത്തിൽ പരസ്യം കൊടുത്തും ചിലപ്പോ പാംബ്രെറ്റ്. നന്ദിത മാം സാറിനെ കാണാൻ വന്നു, അത് എന്നോട് സാർ പറഞ്ഞതുമില്ല. എന്നിട്ട് അവരുടെ നമ്പർ വാങ്ങിയതുമില്ല. എന്താ സാർ? സുജി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നന്ദിത പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് വരികയായിരുന്നു. അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവരപ്പം ധൃതിയിലുമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോയി. അതുകൊണ്ടാ ഞാൻ അവരുടെ നമ്പർ വാങ്ങാൻ മറന്നേ. കള്ളം കള്ളം പറയാ സാറ്. സാറ് നന്ദിത മാമിനെ കണ്ടു, പക്ഷെ മാമിന്റെ നമ്പർ വാങ്ങിയില്ല എന്നത് കള്ളോ?